പറഞ്ഞു. എന്നാൽ പൗലോസ്ലീഹ പറഞ്ഞു, ദൈവരാജ്യം ഭക്ഷണമോ പാനീയമോ പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. ആ രാജ്യം ഇതാ വരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ വരണമേ, അതെൻ്റെ ആത്മാവിൽ വരണമേ, അതെൻ്റെ കുടുംബത്തിൽ വരണമേ, അതെൻ്റെ ഇടവകയിൽ വരണമേ, അതെൻ്റെ സമൂഹത്തിൽ വരണമേ, അതെൻ്റെ രാജ്യത്തിൽ വരണമേ. അത് ഒരു ചെറിയ സ്റ്റെപ്പിൽ അത് ലോകം മുഴുവനും വരണമേ. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ മിന്നി മിന്നി വരണം. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്. അപ്പോൾ സ്വർഗത്തിൽ എങ്ങനെയാ? സ്വർഗത്തിൽ എല്ലാവരുടെയും മനസ്സ് ദൈവത്തിൻ്റെ മനസ്സുമായിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്തിരിക്കുകയാണ്, ഫ്യൂസ്ഡാണ്. ദൈവത്തിൻ്റെ ഹിതം മാത്രമേ എല്ലാവരും അവിടെ ആഗ്രഹിക്കുന്നുള്ളൂ. അതാണ് സ്വർഗം. അങ്ങനെയുള്ള ഒരവസ്ഥ ഭൂമിയിൽ വരുമ്പോൾ ഭൂമി എന്താവും? ഭൂമി സ്വർഗമാവും. ഇവിടെയാണ് എൻ്റെ അഭിപ്രായം. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രയോജനവും ഇല്ലാത്ത മാതിരിയാണ് പ്രാർത്ഥിക്കണേ. എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ഹിതമെല്ലാം ഓൾറെഡി ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. എൻ്റെ മോൾക്ക് വിസ കിട്ടണം, എൻ്റെ മോന് അത് കിട്ടണം, എനിക്ക് അത് വേണം, ഇത്, ഈ ഹിതമെല്ലാം ഉറപ്പിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഒരു കൊച്ചൻ വന്നിട്ട് എൻ്റെ ബ്രദറെ, ഈ പാസ്പോർട്ടിൽ ഒന്ന് കൈ വെച്ച് പ്രാർത്ഥിച്ചേ, എനിക്കൊരു വിസ കിട്ടണം. ഞാൻ പറഞ്ഞു, ഈ രാജ്യത്തുള്ള ആൾക്കാരെല്ലാം ഇവിടെ ജീവിക്കണമല്ലേ, നിനക്കിപ്പോൾ വിസ കിട്ടി അവിടെ പോയിട്ട് വേണോ ജീവിക്കാൻ? അപ്പോൾ ഇവൻ്റെ പുറകെ ഇവൻ്റെ ഭാര്യയും 2 പിള്ളേരും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, നിനക്കെന്താ ജോലി? ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. എടാ, അപ്പം നിനക്ക് ഈ കടലിലെ മത്സ്യം മുഴുവനും നിനക്ക് പിടിച്ചൂടെ? നീ എന്തിനാ അക്കരെ പോണേ? അല്ല സാറേ, ഞാനൊന്ന് ഫോറിനിൽ പോയി, ഗൾഫിൽ പോയി കുറച്ച് കാശുണ്ടാക്കണം. അപ്പം നിനക്ക് ഈ വിസ കിട്ടാൻ കാശുണ്ടോ? അതിപ്പോൾ കുറച്ച് പൈസ ബ്ലേഡിൽ നിന്ന് എടുക്കാം. കണ്ടോ, ബ്ലേഡിൽ നിന്ന് പൈസ കടം മേടിച്ച് അവിടെ പോയി, അവിടെ ജോലി കിട്ടുമോ ഇല്ലെന്ന് യാതൊരു ഐഡിയ ഇല്ല. അവസാനം ഇതിന് പലിശ കൊടുക്കാണ്ടാകുമ്പോൾ അവർ വന്ന് വീട്ടിൽ ശല്യപ്പെടുത്തും. ഞാൻ പറഞ്ഞു, എടാ മോനെ, ഇത് ദൈവഹിതമാണോ? അത് ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് തോന്നണില്ല മോനെ ഇത് പ്രാർത്ഥിക്കാൻ, ഇത് ദൈവഹിതമല്ല. അപ്പോൾ ഇവൻ കരയാൻ തുടങ്ങി, അവളിച്ചിരിക്കാൻ തുടങ്ങി. ഇപ്പം ആരുടെ ഹിതം കർത്താവ് നോക്കണം? എനിക്ക് തോന്നി അവരെക്കാളും ആ കുഞ്ഞു കൊച്ചുങ്ങളുടെ കരച്ചിലായിരിക്കും ദൈവം കേട്ടേക്കണത്, ഇല്ലേ? ഞാൻ പറഞ്ഞു, മോനെ, നിന്നെ ദൈവം ഇവിടെ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഫോറിനിൽ പോകണമെന്ന് വിചാരിക്കണ്ട. ഫോറിനിൽ വലിയ പച്ചപ്പൊന്നുമില്ല അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പ്രാർത്ഥിക്കണത് നമ്മുടെ ഹിതം ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടാണ് അവിടുത്തെ ഹിതം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ഈശോ പറഞ്ഞു, യോന ഒരടയാളമാണ്. എന്താ യോന? കുറേ തരത്തിൽ അടയാളമാണ്. ഒരടയാളം എന്താ? യോന വലിയ പ്രവാചകനാണ്, ദൈവസ്വരം ശ്രവിക്കുന്ന ആളുമാണ്. എന്നിട്ട് എന്ത് ചെയ്തു? നിനവേലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ, ഞാനെങ്ങുമില്ല നിനവേലേക്ക്, ഞാൻ താർശീശിൽ പോയി, അവിടെ പ്രവചിച്ചോളാം, അവിടെ ശുശ്രൂഷ നടത്തിക്കോളാം. ഇല്ല, നീ നിനവേക്ക് പോകണം. ഇല്ലെന്നേ, ഞാൻ താർശീശിലേക്ക് പോകണം. എന്നിട്ട് ഓടിച്ചാടി കയറിയിട്ട് ആ കപ്പലിൽ കയറിയിരുന്നു. കർത്താവിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം കർത്താവിൻ്റെ കരുണ എവിടെ പോയി? കർത്താവിന് ആരോടാ കരുണ? കർത്താവിന് നിനവേ നിവാസികളോടാണ് കരുണ. കർത്താവ് എന്ത് ചെയ്തു? ഒരു കൊടുങ്കാറ്റയച്ചു കടലിലേക്ക്. കടൽക്ഷോഭം, കപ്പൽ ബഹളം, കപ്പൽ മറിയാൻ പോണ്, കപ്പലിലെ ചരക്കൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. എന്താ കാരണം? ഈ ഒരു പ്രവാചകൻ, ഒരു ശുശ്രൂഷകൻ ദൈവസ്വരം കേട്ടിട്ട് ദൈവഹിതം അനുസരിക്കാതെ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാണ്ട് വേറെ സ്ഥലത്തേക്ക് പോകണം. ഇപ്പോൾ മനസ്സിലായ? ശുശ്രൂഷകരുടെ ജീവിതത്തിൽ, എന്നോട് ക്ഷമിക്കണേ, ശുശ്രൂഷകരുടെ ജീവിതത്തിൽ കോളിളക്കം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ദൈവഹിതം അനുസരിക്കാതിരുന്നാൽ
ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതവുമായിട്ട് ഫിക്സ് ആയിരിക്കണം അവൻ. ദൈവഹിതം മാത്രം എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ശരിക്കും പ്രാർത്ഥിക്കണം എന്നർത്ഥം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ ആദ്യകാലങ്ങളിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് ഞാനത് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ബോംബെയിലാണ് ജീവിതം. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകണം, അവർക്ക് ഫീസ്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, വീട് വാടക, ഇങ്ങനെയെല്ലാം ഇരിക്കെ ഞാൻ സകലതും വിട്ട് പോരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ശരിക്കും എനിക്ക് ഓർമ്മയുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ ഹിതം എൻ്റെ ഹിതമല്ല എന്ന് ഞാൻ അവിടെ ഒന്ന് കൂട്ടിച്ചേർത്തു. എൻ്റെ ഹിതമല്ല. അങ്ങനെയാണ് ഈ പ്രാർത്ഥന പഠിച്ചത്. ശരിക്ക് എൻ്റെ ഹിതമല്ല, എൻ്റെ ഹിതമല്ലേ അല്ല, ഇത് അങ്ങയുടെ ഹിതമാണ്. എല്ലാ ശുശ്രൂഷകരോടും ആത്മാർത്ഥമായ എൻ്റെ ഒരു റിക്വസ്റ്റ് ഇതാണ്, സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥന മര്യാദയ്ക്ക് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഈ ഒരു പോയിന്റ്, വേറെ എല്ലാ പോയിന്റിനേക്കാളും പ്രധാനം എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം. നമ്മൾ വിളിച്ചിരിക്കുന്നത് 100% ദൈവത്തിൻ്റെ ഹിതം നടത്താനാണ്. സ്നേഹമുള്ളവർ, ദൈവത്തിൻ്റെ ഹിതം മാത്രം. ഞാനൊരു കാലത്ത് അതിശക്തമായ ഭാരതത്തിൽ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ മീററ്റിൽ സൽദാന എന്ന സ്ഥലത്ത് അച്ഛന്മാരെ ധ്യാനിപ്പിക്കുമ്പോൾ ബിഷപ്പ് എന്നോട് പറഞ്ഞു, ഇവിടെയാണ് ഒരു യൂറോപ്യൻ മിഷനറിയെ കഴുത്ത് കെട്ടി വരിച്ചു കൊന്ന സ്ഥലം. അദ്ദേഹത്തിൻ്റെ കബറിടം ഇവിടെയുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയി സന്ദർശിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. ആ കബറിടത്തിൽ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശബ്ദം, ഞങ്ങൾ യൂറോപ്യൻ മിഷനറിമാർ നിങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ ജീവൻ കൊടുത്തു, നിങ്ങളുടെ വിശ്വാസത്തിൽ വളർത്തി, ഇതിന് പ്രത്യുത്തരമായിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് നന്ദിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, അതെന്തോ ഒരു വലിയ കാര്യമാണ്, അതിന് നമ്മൾ ഈ പാവപ്പെട്ട ആളെന്ത് ചെയ്യാൻ പറ്റും? ദൈവം വലിയ കാര്യമാണ് നിങ്ങളിലൂടെ ചെയ്തത്. ഭാരതത്തിൽ വിശ്വാസം പടുത്തുയർത്തുന്നതിന് യൂറോപ്യൻ മിഷണറിമാർ ചെയ്ത കാര്യം വളരെ വലുതാണെന്ന് പറഞ്ഞ് ഞാൻ സ്തുതിച്ചു. അത് കഴിഞ്ഞപ്പോഴേ വീണ്ടും ഒരു ശബ്ദം കേൾക്കുകയാണ്, ക്യാൻ യു കം ടു യൂറോപ്പ് ആൻഡ് ഹെൽപ്പ് അവർ പീപ്പിൾ? ക്യാൻ യു കം ടു യൂറോപ്പ് ആൻഡ് ഹെൽപ്പ് അവർ പീപ്പിൾ? നമ്മളിവിടെ നിറഞ്ഞില്ല, ഭാരതം മുഴുവനും നിറഞ്ഞ് ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പറയണത്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, യെസ് യെസ് യെസ്, ഐ ഷാൽ കം. ഞാൻ അപ്പം തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. എനിക്കറിയില്ല എങ്ങനെ യൂറോപ്പിൽ എന്ത് ചെയ്യണമെന്ന്, ഒരു ഐഡിയ ഇല്ല എനിക്ക്. എനിക്ക് ആരെയും അറിയില്ല. ആ കൂടി അറിയണത് കൊച്ചുറേസിയെയും ഫ്രാൻസിസ് അസീസിയും. ഇവർ രണ്ടുപേരറിയാം, കൊച്ചുറേസിയും ഫ്രാൻസിസ് അസീസിയും. എന്തിനു പറയണു? എന്നെ കർത്താവ് നയിക്കാൻ തുടങ്ങി. നീ 24 മണിക്കൂർ പ്രാർത്ഥിക്കുക, ആരാധനാ സെൻറ്റർ തുടങ്ങും, യൂറോപ്പിന് വേണ്ടി മാത്രം 24 മണിക്കൂർ പ്രാർത്ഥന. അന്ന് തുടങ്ങിയത് ഇന്നുമുണ്ട്. ഞങ്ങൾ 24 മണിക്കൂറും യൂറോപ്പിന് വേണ്ടി ദിനരാത്രം കരയുന്നു. 40 ദിവസം ഉപവാസ പ്രാർത്ഥന. ഇതൊക്കെ സംഭവിച്ചു. അങ്ങനെ ഒരിക്കൽ എന്നോട് പറഞ്ഞു, നീ തന്നെ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ആ ഒരാഴ്ചത്തെ ധ്യാനം പോസ്റ്റ്പോൺ ചെയ്തു. ഞാൻ വിളിച്ചു പറഞ്ഞു, കർത്താവ് പറയണത് ഒരാഴ്ച ധ്യാനം മാറ്റിവെച്ച് ടീമിൻ്റെ കൂടെ ഇരുന്ന് യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ 7-ാം ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ ഒരു ടെലിഫോൺ വന്ന്, ടെലിഫോൺ അറ്റൻഡ് ചെയ്ത പെണ്ണ് വിളിച്ചു പറഞ്ഞു, ജർമ്മനിയിൽ നിന്ന് ഫോൺ. പ്രൈസ് ദി ലോർഡ്. യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ, ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ ജർമ്മനിയിൽ നിന്ന് ഫോൺ പറയാണ്, മാർഗരീത്ത വളപ്പില, നമ്മുടെ ഒരു ഇന്ത്യൻ കന്യാസ്ത്രീയാണ്, അവിടെ വലിയൊരു ധ്യാന കേന്ദ്രം നടത്തുന്ന. നിന്നെ വിളിക്കാനായിട്ട് ഒരാഴ്ചയായി ഞാൻ പരിശ്രമിച്ചിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എനിവേ അങ്ങനെ ശുശ്രൂഷ ജർമ്മനിയിലേക്ക് പടർന്നു.
അവിടെ പോയി ഞങ്ങൾ 4 ആൾ 5 ആൾ കൂടെ വന്ന് അവിടെ ഇറങ്ങിയ ഉടനെ തന്നെ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ഞങ്ങൾ കാലുകുത്തി 4 പേര് കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, നീ കാലുകുത്തുന്ന ദേശമെല്ലാം എനിക്കുള്ളതാണ്, നിനക്കുള്ളതാണ്. ചെന്ന ഉടനെ തന്നെ ഷർട്ട് പോലും മാറാണ്ട് ഞങ്ങൾ ഉടനെ തന്നെ ആരാധന ആരംഭിച്ചു. 2000 ആണ്ടിൽ അത് ഇന്നും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും 24 മണിക്കൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് നിരവധി സ്ഥലങ്ങളിൽ നിത്യാരാധന സെന്ററുകൾ സ്ഥാപിച്ചു. അബോർഷൻ ക്ലിനിക്കിൻ്റെ മുകളിലുള്ള ഫ്ലാറ്റ് റെന്റിനെടുത്ത് അവിടെ അഡോറേഷൻ ആരംഭിച്ചു. 6 മാസത്തിനകത്ത് അബോർഷൻകാർ പൂട്ടിപ്പോയി. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം അവിടെ ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ഇതെല്ലാത്തിനും കാരണം ഒറ്റ കാര്യമാണ്, അങ്ങയുടെ ഹിതം. അപ്പോൾ യോനായ്ക്ക് പോസിറ്റീവായിട്ട് യോനായിൽ നിന്ന് പഠിക്കാനുള്ളൊരു കാര്യം ഇതാണ്. യോനായ്ക്ക് മനസ്സിലായി. ഉടനെ യോന പറയുകയാണ്, യോനായ്ക്ക് കിട്ടിയ ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്നെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ താർഷീഷിലേക്കുള്ള കപ്പലിലാണ് പോകുന്നതെങ്കിൽ ഇവിടെ ആരെങ്കിലും എടുത്ത് ചാടിക്കോ. അപ്പോൾ പറഞ്ഞു വരുന്നത്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറേ കാര്യങ്ങൾ തീരുമാനിച്ച് ചെന്നിട്ട് അങ്ങയുടെ ഹിതം എന്ന് പറയണതിൽ അർത്ഥമില്ല. ഉണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു ന്യൂട്രലെങ്കിലും ആക്ക്. അതായത് നമുക്കറിഞ്ഞൂടാ കർത്താവേ എന്താണ് എന്നെക്കുറിച്ചുള്ള ഹിതമെന്ന്. അങ്ങനെ പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന, അങ്ങയുടെ ഹിതം, എൻ്റെ ഹിതം അല്ല. ഇവിടെയാണ് കൂടുതൽ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി വരണതാണ്. വിശുദ്ധി ഓട്ടോമാറ്റിക്കലും, ദൈവരാജ്യം സമാഗതമായി. പക്ഷേ ഇത് എന്നിൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ദൈവഹിതത്തിൽ ആയിരിക്കണം. അപ്പം ഇതാണ് ആദ്യത്തെ 3 സ്റ്റെപ്പ്. അങ്ങയുടെ നടുവിലെ കോറ് പറഞ്ഞു. പിന്നെ അവസാനത്തെ 3 സ്റ്റെപ്പ് ഞങ്ങളുടെ. ഈ ദൈവരാജ്യം നമ്മളിൽ സമാഗതമായി കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിൻ്റെ ജീവിതം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ, നമ്മളെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ക്ഷമ ഇവിടെ 5ാമത്തെ പോയിൻ്റാണ്. നമ്മൾ ചാടിക്കയറി ആദ്യം തന്നെ ആരെങ്കിലും ക്ഷമിക്കാൻ നോക്കിയാൽ പറ്റില്ല. ക്ഷമ ഫസ്റ്റ് പോയിൻ്റ് അല്ല. എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട് നിറയണം. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവിൽ 5ാമത്തെ പോയിൻ്റാണ് ക്ഷമിക്കുക. അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹമാണ് മുൻകൂട്ടി, ഇനിഷ്യേറ്റീവ് ഫ്രം ഗോഡ് നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പറ്റും. അതാണ് അവിടെ ആ 18ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞു, ഒരു ഉപമ, നീണ്ട ഒരു ഉപമ പറഞ്ഞു. ഒരാൾ ഒരു യജമാനന് ഒരുപാട് വലിയൊരു സംഖ്യ കടമുണ്ടായിരുന്നു, ഡെപ്റ്റ്. അയാൾ പറഞ്ഞു, ഞാൻ അത് തന്നു വീട്ടിക്കൊള്ളാം. പക്ഷേ ഈ സംഖ്യ എത്രയാണ്? ആ സംഖ്യ എഴുതിയിരിക്കുന്നത് 10,000 താലന്ത്. ഇത് മനസ്സിലാക്കണം, ശരിക്കും ശ്രദ്ധിക്കണേ. ഒന്ന് കൈവീശി കാണിച്ച്, വിശക്കുന്നുണ്ടാവും, 5 മിനിറ്റ് കൂടി. 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അത് വലിയ ഒരു സംഖ്യയാണ്. അത് മനസ്സിലാക്കാൻ, അത് കഴിഞ്ഞ് ഇവൻ പുറത്തിറങ്ങിയപ്പോൾ ഇവന് 100 ദനാറ കൊടുക്കാനുണ്ടായിരുന്ന ഒരാളുടെ കുരക്കിനെ പിടിച്ചു, ഇല്ലേ? എന്താണ് 10,000 താലന്തും 100 ദനാറയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. 1 താലന്ത് എന്ന് പറഞ്ഞാൽ 10,000 ദനാറയാണ്. 1 താലന്ത് എന്ന് പറഞ്ഞാൽ 10,000 ദനാറയാണ്. അപ്പോൾ 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ 100
മില്യൺ ദനാറയാണ്. 100 മില്യൺ ദനാറ, അതായത് 10 കോടി ദനാറയാണ്. 10 കോടി ദനാറ കടമുണ്ടായിരുന്ന ആള് വാസ്തവത്തിൽ അയാൾക്ക് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും അത് അടച്ചു തീർക്കാൻ പറ്റില്ല. ഇത് ഫരിസേയരോട് കർത്താവ് പറയുന്നതാണ്. ഫരിസേയർ പറയും, ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ അടച്ചു തീർത്തോളാം, ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഞങ്ങൾ ദൈവനീതി സമ്പാദിച്ചോളാം. നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് ജന്മപാപം മാറ്റാൻ പറ്റുമോ? അതിന് തുല്യമാണ് ഈ 10,000 താലന്ത്. അതായത് ജന്മപാപം എന്ന ഒന്ന് ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്താലും മാറ്റാൻ പറ്റില്ല. ആ പാപം കർത്താവ് ഒറ്റ നിമിഷം കൊണ്ട് മാറ്റുകയാണ്. ഇയാൾ പറഞ്ഞു, ഞാൻ തന്നു തീർത്തോളാം. ഇയാളുടെ ജീവിതത്തിൽ തന്നു തീർക്കാൻ പറ്റില്ല. അയാൾ കുമ്പിട്ട് കരുണയ്ക്ക് വേണ്ടി യാചിച്ചപ്പോൾ യജമാനൻ 10,000 താലന്തും ഇളവ് ചെയ്തു കൊടുത്തു. അതായത് 100 മില്യൺ ദനാറാസ്, അതായത് 10 കോടി ദനാറാസ് ഇളവ് ചെയ്തു കൊടുത്തു. എന്നിട്ട് ഈ മഹാൻ പുറത്ത് വന്നപ്പോൾ അവന് 100 ദനാറ കൊടുക്കാനുണ്ടായിരുന്ന ഒരാൾ പിടിച്ചു. എടാ, നീ എനിക്ക് തരാനുള്ള കാശ് വേഗം തായോ. അയ്യോ സ്നേഹിത, എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, ഞാൻ വേലയെടുത്ത് തന്നോളാം. പ്രാക്ടിക്കലായിട്ട് 100 ദനാറയ്ക്ക് 100 ദിവസം വേലയെടുത്താൽ കിട്ടുന്ന കാശാണ്, സാധിക്കും. പക്ഷേ ഇയാൾ അവൻ്റെ കുരക്കിന് പിടിച്ച് വെക്കട കാശ് ഇപ്പം തന്നെ എന്ന് പറഞ്ഞ് അവനെ ബന്ധനസ്ഥനാക്കി. ഇതറിഞ്ഞ് ഒരു സഹസേവകൻ യജമാനോട് ചെന്ന് പറഞ്ഞു, യജമാനെ, അങ്ങ് ഇവന് 10,000 താലന്ത്, അതായത് 10 കോടി ദനാറ ഇളവ് ചെയ്ത് കൊടുത്തില്ലേ? പക്ഷെ അവൻ 100 ദനാറ കൊടുക്കാനുണ്ടായിരുന്നവനോട് ഇങ്ങനെയാ ചെയ്തേ. അങ്ങനെ ചെയ്തോ? എന്നാ അവനെ തിരിച്ചു വിളിക്കും. അവനെ തിരിച്ചു വിളിച്ചിട്ട് അവൻ്റെ ആ ഇളവ് ചെയ്തു കൊടുത്ത 10,000 താലന്തും വീണ്ടും അവന് ഡെപ്റ്റാക്കി, അവനെ ബന്ധനസ്ഥനാക്കി. അപ്പം ഇതിനെ ഒരു വാണിംഗ് പോലെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ദൈവത്തിൻ്റെ. എന്നിട്ട് അവിടെ എടുത്തു പറയാണ്, നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു വാണിംഗ് ആണ്. ഇവിടെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിലാണ് ഇത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? 10,000 താലന്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാണ്ട് റദ്ദാക്കിയിരിക്കുന്നു എങ്കിൽ നിങ്ങളും അതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കണം. അതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിലെ ഒരു 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 ടൈ. നിങ്ങൾ ക്ഷമിക്കുന്ന പോലെ നിങ്ങൾക്കും ക്ഷമിക്കപ്പെടും എന്ന് പറയുമ്പോൾ അത് മലയാളത്തിലും മറ്റു ഭാഷകളിലും വ്യത്യാസമുണ്ട്. ആദ്യം ദൈവം ക്ഷമിക്കുക തന്നെയാണ്. പക്ഷേ ആ ക്ഷമിച്ചു എങ്കിലും അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ക്ലോസ് ഉണ്ട്, നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാലേ ഇത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞാലേ നമ്മൾ ദൈവത്തിൽ നിന്ന് കിട്ടിയ ആ ക്ഷമ അണപൊട്ടി നമ്മളിലേക്ക്, അത് നമ്മളുടെ അകത്ത് വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് അനുഭവമാകുന്നത് നമ്മൾ ക്ഷമിച്ചു കഴിയുമ്പോഴാണ്. അപ്പോൾ അത്രയ്ക്ക് ദൈവത്തിൻ്റെ കരുണയും ക്ഷമയുമാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ക്ഷമിക്കാനുള്ള നിയമം ഉണ്ടായിരുന്നില്ല. കൽപ്പന പാലിച്ചില്ലെങ്കിൽ ശിക്ഷ. ഇപ്പോൾ നിങ്ങൾ സ്കൂട്ടറിന് പോകണു, ഹെൽമറ്റ് വെച്ചില്ല, ഉടനെ പോലീസുകാരൻ ഫൈൻ അടിക്കും. ഈ പോലീസുകാരനോട് പറയണം, ഞാനിങ്ങനെ അട്ടപ്പാടിയിൽ ധ്യാനത്തിന് പോകാൻ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ
ഇയാൾ ക്ഷമിക്കാൻ പറ്റുമോ? ആ ഫൈൻ ക്യാൻസലാക്കാൻ പറ്റുമോ? അയാൾ പറയും, സാറേ അതിന് നിയമമില്ല, എനിക്ക് ഫൈൻ അടിക്കാൻ മാത്രമേ നിയമമുള്ളൂ, ഫൈൻ ക്യാൻസലാക്കാൻ നിയമമുണ്ടോ? ഇവിടെ പോലീസുകാരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒരു പോലീസുകാരനും ഇല്ല ഇവിടെ. ശരിടാ, നന്നായി. അപ്പോൾ പോലീസുകാരന് തെറ്റ് കണ്ടുപിടിക്കുക, ഫൈൻ അടിക്കുക. ഫൈൻ ക്യാൻസലാക്കാൻ, ക്ഷമിക്കാൻ നിയമമില്ല. അയാൾ പറയും, സാറേ എൻ്റെ ജോലി കൊടുത്തേ, അവിടെ ഇൻസ്പെക്ടർ നോക്കണ്ട കേട്ടോ, ഞാൻ അങ്ങോട്ട് പോട്ടെ, ഞാൻ കാശ് വേഗം കൊടുത്തേരാ. അവിടെ പോലീസുകാരന് പോലെയാണ് നിയമം. നിയമം ശിക്ഷ. ക്ഷമിക്കാനുള്ള ആ ഒരു നിയമം പുതിയ നിയമത്തിലാണ് വന്നത്. ഈശോ വന്നു കഴിഞ്ഞിട്ടാണ് പറയണത്, നിങ്ങൾ ക്ഷമിക്കുക, പിതാവ് ക്ഷമിക്കുന്ന പോലെ നിങ്ങൾ ക്ഷമിക്കണം. എൻ്റെ കർത്താവേ, പിതാവ് ക്ഷമിക്കുന്ന പോലെയോ? അതുകൊണ്ടാണ് ഈ 18-ാം അധ്യായത്തിൽ പത്രോസ് കടക്കെടുത്ത് ചാടുന്നത്. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഒരു 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയാവും. നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ പത്രോസ് 7 പ്രാവശ്യം പറഞ്ഞു. നമ്മൾ സാധാരണ എന്താ പറയണേ? നമ്മൾ വീട്ടിലൊക്കെ എന്തേ 1 പ്രാവശ്യം പറഞ്ഞു, ഇനി മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഉണ്ടല്ലോ പോഞ്ഞ ഉള്ളി പുറത്ത്, മനസ്സിലായിട്ടുണ്ടോ? ഇത് ഏത് നിയമമാണ്? അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥന ചൊല്ലിയിട്ട് വല്ല പ്രയോജനം ഉണ്ടാവും? പിന്നെ നമ്മൾ അടിച്ച് പിരിച്ച് പോകാൻ സ്വർഗസ്ഥനായ പിതാവ് ഞങ്ങൾ രാജ്യപ്രയാണത്തിനും. ഞാൻ പറയാണ്, ഈ കത്തോലിക്ക സഭ മുഴുവനും ആത്മാർത്ഥമായിട്ട് ഒരു ദിവസം സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവരാജ്യം സമാഗതമാവും. നമ്മളെല്ലാവരും ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന അല്പം സമയമെടുത്ത് അത് ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. ഈ അർത്ഥത്തിൽ വലിയ ഭൂമി, ഈ ലോകം മുഴുവനും വ്യത്യാസമുണ്ടാവും. കാരണം ആ പ്രാർത്ഥനയാണ് കർത്താവിനോടൊപ്പമാണ് പ്രാർത്ഥിക്കുന്നത്, ഈശോയോടൊപ്പമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണത്. ഈശോയോടൊപ്പം പ്രാർത്ഥിക്കുന്നു, ഈശോയിൽ പ്രാർത്ഥിക്കുന്നു, ഈശോ കാത്തിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ടൈ ഈസ് ഫർഗിവ്നെസ് ആണ്. ഒന്ന് നോക്കിയാൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം എത്ര വർഷങ്ങളായിട്ട് സംസാരിക്കാത്ത സഹോദരങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നവീകരണം ഉണ്ടാകണമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചാൽ മതി. ആ ദൈവരാജ്യം നമ്മളിൽ വന്നു കഴിയുമ്പോൾ ഈ 10,000 താലന്ത് നമുക്ക് ക്ഷമിച്ച കർത്താവ് 100 ദനാറ ക്ഷമിക്കാനുള്ള മുൻകൂട്ടി തന്നിട്ടുണ്ടെന്നർത്ഥം. അത് അനുഭവിച്ചുകൊണ്ട് ക്ഷമിക്കണം. ഇനി അടുത്തതാണ്, പാപം ആണ് നമ്മൾ ക്ഷമയ്ക്ക് വേണ്ടത്. പാപം കർത്താവ് ക്ഷമിക്കുന്നു. ഇനി അടുത്തത് പ്രലോഭനത്തിൽ, പാപത്തിൽ വീഴാതിരിക്കാനുള്ള കഴിവ് തരികയാണ് സ്വർഗസ്ഥനായ പിതാവ്. അതാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഇപ്പം നമ്മൾക്കൊരു പ്രലോഭനമുണ്ട്, ഇന്നതാണ് എൻ്റെ പ്രലോഭനം എന്ന് നമുക്കിപ്പോൾ ഇത്രയും വയസ്സായപ്പോൾ മനസ്സിലായിട്ടില്ലേ? ആ ഒരു പ്രലോഭനം നമുക്ക് അകറ്റാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ രാവിലെ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവ് നിനക്കറിയാമല്ലോ എൻ്റെ ബലഹീനത, ഇന്ന് ഞാൻ ആ വഴിക്കാണ് പോണത്, എൻ്റെ ബലഹീനത തലപൊക്കി ഞാൻ അതിൽ വീഴാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അങ്ങ് എന്നെ പിടിച്ചേക്കണേ, അങ്ങനെ പിടിച്ചേക്കണേ. ബലഹീനത, പ്രലോഭനത്തിൽ വീഴാതെ എന്നെ കാത്തുരക്ഷിക്കാനും പിതാവ് കയറി അങ്ങ് പിടിക്കും. നിന്നെ ഞാൻ വിടില്ലടാ മോനെ, നിനക്ക് എന്ത് വലിയ പ്രലോഭനമുണ്ടായാലും നീ എൻ്റെ കൂടെയാണ്. ഇനി തിന്മയിൽ നിന്ന് രക്ഷിക്കണേ. അപ്പോൾ ഇവിടെയാണ് പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തു വന്നത് പിശാചിനെയും അവൻ്റെ പ്രവർത്തനത്തെയും നശിപ്പിക്കാനാണ്. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. ആരാണ് പിശാച്? കാറ്റഗിസത്തിൽ 395-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, പിശാച് ഒരു സൃഷ്ടി മാത്രമാണ്. എങ്കിലും പിശാചിന്റെ ശക്തി അനന്തമല്ല. പിശാചിന്റെ ശക്തി അനന്തമല്ല. അവനൊരു സൃഷ്ടി മാത്രമാണ്. അവനൊരു സൃഷ്ടിയാണ്.
പൂർണ്ണമായ അരൂപി എന്ന നിലയിൽ അവൻ ശക്തനാണെങ്കിലും അവൻ എന്നും ഒരു സൃഷ്ടിയാണ്. ദൈവരാജ്യത്തിന്റെ നിർമ്മിതി തടയാൻ അവൻ ശക്തനല്ല. ഇത് വാസ്തവത്തിൽ ഞാൻ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക ആകരുത്. അപ്പൊ നമ്മുടെ മാനുഷിക ബോധ്യം എന്തത്? പിശാച് ഭയങ്കര സാധനമുണ്ടോ, അവൻ എടുത്തടിച്ചു കളയും, അതുകൊണ്ട് സൂക്ഷിക്കണമേ. ഇങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചിട്ടുള്ളതായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് പിശാച് എങ്ങനെ ഉണ്ടായി. പിശാച് ഉണ്ടായത് മാലാഖയിൽ നിന്നാണ്. മാലാഖാരായിരുന്നു? മാലാഖ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഓഹോ, ദൈവം സർവാധിപനും സൃഷ്ടിയായ ദൈവത്തിൻ്റെ സൃഷ്ടി സർവാധിപതിയാണോ? ഇത് മനസ്സിലാക്കിയ ഉടനെ തന്നെ കേസ് ജയിച്ചു. എന്ത് കർത്താവേ, അത്രയും നാളും പിശാച് വലിയ ആളാണെന്നും പറഞ്ഞ് ഇരുന്നിരുന്ന ഞാൻ പോടാ പിശാച് എന്ന് പറഞ്ഞു. കാരണം പിശാച് സൃഷ്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇസ്പയുടെ 7-ാം കൂലി കൊണ്ട് തുറുപ്പിനെ വെട്ടാം. അല്ല തുറുപ്പിൻ്റെ 7-ാം കൂലി കൊണ്ട് ആ ഭാഷ മനസ്സിലാവണം, ജാക്കികളൊക്കെ വെട്ടാം. കർത്താവിൻ്റെ ആത്മാവ് നമ്മളിലുണ്ടെങ്കിൽ എന്താണ് കർത്താവിൻ്റെ ആത്മാവ്? കർത്താവിൻ്റെ ആത്മാവ് സൃഷ്ടാവായ ദൈവം സർവാധിപനാണ്, നമ്മളിലുണ്ട്. ആ നമ്മളിലുള്ള ആത്മാവിൻ്റെ കപ്പാസിറ്റി മനസ്സിലാക്കണം. ഈ നമ്മളിലുള്ള ആത്മാവ് കുരിശിലൂടെ പിശാചിന്റെ സകല പ്രവർത്തനത്തെയും നശിപ്പിച്ച് കഴിഞ്ഞവനാണ്. ആണോ? ഇത് വിശ്വസിച്ചാൽ മതി. ഇത് വിശ്വസിക്കണം. ഇത് വിശ്വസിക്കുമ്പോഴേക്കും അങ്ങനെയുള്ള ആളെ കാണുമ്പോൾ തോമസ് പോൾ വരട്ടോ, നമുക്ക് ഇവിടെ നിന്ന് പോകാം. ആര് പറയും? പിശാച് പറയും. കാരണം അയാൾക്കറിയാം ഈ തോമസ് പോൾ വിശ്വസിക്കുന്നത് പിശാചിനെ കർത്താവ് നശിപ്പിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. വേറൊരാൾ അവൻ്റെ പുറകെ പോകണം, കാരണം അവന് വിശ്വാസമില്ല. അവൻ വിചാരിച്ചിരിക്കുന്നത് പിശാച് വലിയ ആളാന്നാണ്. അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കും, ചിലർ പറയുന്നത് കർത്താവ് ഈ ചോദിച്ചേനെ വരെ പിശാച് പരീക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് നടന്നോട്ടോ, തിരിച്ചടി ഉണ്ടാവും. നീ ആവശ്യമില്ലാണ്ട് വലിയ ശുശ്രൂഷിക്കൊന്നും പോകണ്ട. ഈ വലിയ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ പോയി കഴിഞ്ഞാലേ തിരിച്ചടി ഉണ്ടാവും. നല്ല സംരക്ഷണ പ്രാർത്ഥനയൊക്കെ നടത്തിപ്പോയിക്കോ. ഞാനും ഇങ്ങനെയൊക്കെ സംരക്ഷണ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കെ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ ആരെയും കുറ്റം പറയല്ല, ഞാൻ എൻ്റെ കാര്യം പറയാം. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന്. നിങ്ങളുടെ ശുശ്രൂഷ നിങ്ങൾ ചെയ്തു പോയിക്കോ, പരിശുദ്ധാത്മാവ് നയിക്കണമാതിരി കേട്ടോ. ഞാൻ ആരെയും വിമർശിക്കുകയോ കുറ്റം പറയുകയോ ഒന്നുമല്ല. ഞാനൊരിക്കൽ വിശുദ്ധ കുർബാന, അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, നീ ഇപ്പോൾ എന്താ സ്വീകരിച്ചേ? ഞാൻ അങ്ങയെ സ്വീകരിച്ചു, ശരീരവും രക്തവും സ്വീകരിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ശരീരവും രക്തവും, എൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ചാൽ ഞാൻ മുഴുവനും നിൻ്റെ ഉള്ളിലില്ലേ? ആ ഉണ്ട്. പിന്നെ നിൻ്റെ പുറകിലത്തിനെ തെളിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ശരിയാണല്ലോ. എന്നിട്ട് എന്നെ മനസ്സിലാക്കി തരികയാണ്, ഞാൻ എൻ്റെ രക്തം തന്നിരിക്കുന്നത് പാനം ചെയ്യാനാണ്, തെളിക്കാനല്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, എങ്ങനെയാണ് ഈ തെളിക്കുക എന്നുള്ള ആശയം നമ്മളുടെ പ്രാർത്ഥനയിലൊക്കെ കടന്നുകൂടിയത്? അതൊരു പ്രൊട്ടസ്റ്റൻ്റ് ഒറിജിൻ ആകാനാണ് എനിക്ക് സാധ്യത. കത്തോലിക്കരാരും തെളിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പഴയ നിയമത്തിൽ കാളക്കിടാങ്ങളുടെയും ആട്ടുംകുഞ്ഞിൻ്റെയും രക്തം തെളിച്ചിരുന്നു. എന്നാൽ അങ്ങനെ തെളിക്കാനല്ല കർത്താവ് ഈശോ മിശിഹായുടെ രക്തം നമുക്ക് തന്നിരിക്കുന്നത്. എന്തിനാ തന്നിരിക്കുന്നത്? നമ്മൾ ആ രക്തം പാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ, ആ ശരീരം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിൽ ആ യേശുവിൻ്റെ ജീവൻ മുഴുവനും ലയിച്ചിരിക്കുന്നു. ഇത് വിശ്വസിക്കുക. അതിൽ പിന്നെ എനിക്കൊരിക്കലും സംരക്ഷണ പ്രാർത്ഥന ഞാൻ എടുത്തിട്ടില്ല. എടുക്കേണ്ടി വന്ന എന്തിനാ സംരക്ഷിക്കുന്നത്? എൻ്റെ ഉള്ളിൽ ആരുണ്ട്? എൻ്റെ കർത്താവുണ്ട്. ഇപ്പം നിങ്ങളുടെ കൊച്ചു മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പട്ടി അവനെ കടിക്കാൻ വരും. അവൻ സംരക്ഷണ പ്രാർത്ഥന നടത്തിയിട്ടില്ല, അവനെ കടിക്കട്ടെ എന്ന് പറയുമോ?
പറയോ അതോ അവനെ പോയി വാരിയെടുക്കുമോ? അപ്പോൾ എനിക്ക് മനസ്സിലാവണത്, ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്തല്ല കേട്ടോ, സംരക്ഷണ പ്രാർത്ഥന നടത്തണവർ നടത്തിക്കോ. കാരണം ആ വിശ്വാസത്തിൻ്റെ ഒരു ലെവലാണത്. അതിനേക്കാൾ ഉന്നതമായൊരു വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കർത്താവിൽ ശരണപ്പെടണം. എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണ് ഞാൻ എവിടെയാണ്? കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്നെ കൊണ്ട് നടക്കുകയാണ്. കർത്താവ് എന്നെ കർത്താവിൻ്റെ കയ്യിൽ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അപ്പോൾ ചിലർ പറയും, അപ്പോൾ ഈ മരുഭൂമിയിലെ പരീക്ഷയിൽ പിശാച് യേശുവിനെ പരീക്ഷിച്ചില്ലേ? യേശുവിനെ എന്തിനാ പിശാച് പരീക്ഷിച്ച്? ഇത് മനസ്സിലാക്കണം. എന്താണ് പെട്ടെന്ന് അതും കൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാൻ ശ്രമിക്കണം. അതാണ് ഞാൻ പറഞ്ഞ സമയത്ത്. മരുഭൂമിയിൽ എന്ത് സംഭവിച്ചു? മരുഭൂമിയിലെ പരീക്ഷയെ എങ്ങനെ കാണണം? യേശു പിശാചിൻ്റെ അടുത്ത് പോയോ? പിശാച് യേശുവിൻ്റെ അടുത്ത് വന്നോ? പിശാച് യേശുവിൻ്റെ അടുത്ത് വന്നു. ഒന്ന് വായിച്ചു നോക്കിയൊന്ന്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. കണ്ടോ? പിശാച് യേശുവിൻ്റെ അടുത്ത് വന്നോ? യേശു പിശാചിൻ്റെ അടുത്ത് ചെന്നോ? യേശു പിശാചിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് യേശുവായിട്ട് വഴക്കടിച്ചോ? എന്തിനാണ് പരിശുദ്ധാത്മാവ് യേശുവിനെ പിശാചിൻ്റെ അടുത്തേക്ക് അയച്ചത്? കേട്ടോ, ആത്മാവ് യേശുവിനെ പിശാചിൻ്റെ അടുത്തേക്ക് വിട്ടേക്കണം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ദൈവിക രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. യേശു എന്തിനാണ് വന്നിരിക്കുന്നത്? പിശാചിൻ്റെ പ്രവർത്തനത്തെ നശിപ്പിക്കാനാണ്. പിന്നെ വന്നിട്ട് ഇവിടെ ഹോളിഡേ ചെയ്യാനാണോ വന്നേക്കണേ? വന്ന ഉടനെ തന്നെ, അതെ, ഇവിടെ ഹോളിഡേ ഒന്നും ചെയ്യാനല്ല, ഇവിടെ റെസ്റ്റ് എടുക്കാനല്ല. വന്ന ഉടനെ നീ പരിപാടി തുടങ്ങും. ആ മരുഭൂമിയിലാണ് അവന്മാരെല്ലാവരും താവളം അടിച്ചേക്കണത്. മരുഭൂമിയിലാണ് അവരുടെ താവളം. പോയിക്കോ, അടിച്ച് തകർക്ക്. ഇപ്പോൾ ഭാരതത്തിന് ആറ്റം ബോംബ് ഉണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് അത് അവിടെ ഗോഡൗണിൽ ഇരിക്കേണ്ടിട്ടാന്ന് പറഞ്ഞാൽ ശരിയാവോ? ഞങ്ങൾക്ക് ആറ്റം ബോംബുണ്ട്, ഞങ്ങളുടെ ഗോഡൗണിലുണ്ടെന്ന് പറഞ്ഞാൽ പ്രയോജനമായോ? ഈ ആറ്റം ബോംബ് മരുഭൂമിയിൽ പരീക്ഷിച്ചു. ഭാരതം അനൗൺസ് ചെയ്തു, ഭാരതത്തിൻ്റെ ആറ്റം ബോംബ് പൊക്രാൻ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടാൻ പോകും. ഉടനെ ശത്രു രാജ്യങ്ങളെല്ലാം, എടാ ഭാരതത്തിന് ആറ്റം ബോംബോ? അത് വല്ല പടക്കമായിരിക്കും, അത് വല്ല പൊട്ടാസായിരിക്കും. ഭാരതം ഈ ദാരിദ്ര്യ കൺട്രിക്ക് ആറ്റം ബോംബ് ഉണ്ടാകണം എല്ലാം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാ രാജ്യങ്ങളും സാറ്റലൈറ്റിലൂടെ അവിടെ ഇവിടെയൊക്കെ നോക്കാൻ തുടങ്ങി. ശരിക്കും പൊട്ടുവോ, ചീറ്റി പോവുമോ, എന്താ സംഭവിക്കണേ? അവരാഗ്രഹിക്കണം ചീറ്റി പോകുന്നതായിരിക്കാം. അങ്ങനെ കൗണ്ട് ഡൗൺ, 5, 4, 3, 2, 1, 0. ആറ്റം ബോംബ് പൊട്ടി. ഇത്ര മാതാവി, ഇതെന്തോ ഒരു വലിയ ബോംബാണ്. ഭാരതത്തിനോട് ഇനി കളിക്കാൻ പറ്റില്ല. എന്തുണ്ടായി? ഭാരതം ആറ്റം ബോംബ് പരീക്ഷിച്ചു. എന്ത് ചെയ്തു? പരീക്ഷിച്ചു. എന്ന പോലെ കർത്താവീശോമിശയാവുന്ന ദൈവരാജ്യത്തിൻ്റെ ബോംബ് വന്നിരിക്കുന്നു. എന്താണ് ഈ ബോംബിന്റെ പണി? പിശാചിന്റെ സകല പ്രവർത്തനത്തിനെയും ചൂർ ചൂർ കർദേക. പിശാചേ, നീ വാ. നീ എന്താ വിചാരിച്ചേക്കണേ? നീ ദൈവപുത്രനാണെന്നും പറഞ്ഞും കൊണ്ട് 40 ദിവസം ഉപവസിച്ചിങ്ങനെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ഈ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞ അപ്പാവൂലേ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരം കൊണ്ടാണെന്ന്, അധരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിശാച് പോയി. ആദ്യത്തെ ബോംബ് പൊട്ടിയോ ഇല്ലയോ? പിശാച് പരാജയപ്പെട്ടോ? എന്ത് ഉപയോഗിച്ചു? ഒരു വചനം, ഒറ്റ വചനമാണ്. കണ്ടോ വചനത്തിൻ്റെ ശക്തി?
വീണ്ടും പിശാച് ഒന്ന് പറഞ്ഞു. ഉടനെ ഈശോ രണ്ടാമത്തെ ബോംബ്, രണ്ടാമത്തെ വചനം. മൂന്നാമത് വേറൊരു പിശാച് വന്നു. ആ പിശാചിനോടും ഒരു വചനം പറഞ്ഞപ്പോൾ പിശാച് പൊട്ടിപ്പാളിസായി. ഇതിലൂടെ ഈശോ നമ്മൾക്ക് കാണിച്ചു തരികയാണ്, ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു. പിശാചിൻ്റെ സകല പ്രവർത്തനങ്ങളെയും നശിപ്പിക്കാനുള്ള ബോംബ് വന്നിരിക്കുന്നു. ഇത് നിങ്ങളുടെ കയ്യിൽ ഞാൻ തരികയാണ്. ഇത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും വചനം കൂട്ടമായിട്ട് ഉപയോഗിക്കുക. ഇത് ഞാൻ കുരിശിൽ പിശാചിൻ്റെ പ്രവർത്തനത്തെ നശിപ്പിക്കുന്നതിൻ്റെ ഒരു മുന്നോടി മാത്രമാണ്. ഈ മരുഭൂമിയിലെയും ഈ മത്തായി, മർക്കോസ്, ലൂക്ക് സുവിശേഷങ്ങളിലുള്ള പിശാചിൻ്റെ ഭൂതോച്ചാടനമെല്ലാം യേശു കുരിശിലൂടെ പിശാചിനെ പരാജയപ്പെടുത്താൻ പോകുന്നതിൻ്റെ ഒരു മുൻ അടയാളമാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പിശാചിനെ ഭൂതോച്ചാടനം ഒരിടത്തുമില്ല. എന്തുകൊണ്ടില്ല? അത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ള സുവിശേഷമാണ്. അവിടെ എങ്ങനെയാണ് പിശാച് പോകുന്നത്? വിശ്വസിക്കുമ്പോൾ പിശാച് പോകും. വിശ്വസിക്കുമ്പോൾ പിശാച് പോകും. വിശ്വാസികൾക്ക് ഒരു അടയാളമുണ്ട്. അവർ വിശ്വസിച്ചാൽ മതി. ആരിൽ വിശ്വസിക്കണം? യേശു ക്രിസ്തു പിശാചിൻ്റെ പ്രവർത്തനത്തെ നശിപ്പിച്ചു. അപ്പം അതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ അവസാനം. ഇതുണ്ടോ, ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കണേ, അല്ലെങ്കിൽ ഡെലിവർ us Lord from all evil എന്ന് പറഞ്ഞിട്ട് എന്താ പ്രാർത്ഥിക്കണേ? എന്തുകൊണ്ടെന്നാൽ എല്ലാവരും പറഞ്ഞു, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാണ്. അങ്ങ് പിശാചിനെ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് സ്തുതിച്ചേ, ഈ ബോധ്യത്തോടെ ഒന്ന് സ്തുതിച്ചേ. നിങ്ങൾ വിശ്വസിക്കുക, പിശാചിനെ യേശു ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുക. വിശ്വസിക്കുമ്പോൾ പിശാച് കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒന്ന് സാവധാനം പ്രാർത്ഥിച്ചേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. ഇപ്പോൾ ആദ്യം ഭക്ഷണം വിളമ്പാനുള്ളവർ പോകുന്നു. മറ്റുള്ളവർ ഇവിടെ ഇരുന്നു കൊണ്ട് സാവധാനം ഒരു സ്വർഗസ്ഥനായ പിതാവ് ഒന്ന് ചെല്ല്. 10 മിനിറ്റ് കൊണ്ട് ഒരു സ്വർഗസ്ഥനായ പിതാവ്, 10 മിനിറ്റ് കൊണ്ട് സാവധാനം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, അങ്ങയുടെ നാമം പരിശുദ്ധമാകണേ. ഏത് മേഖലയിലാണ് നമുക്ക് പരിശുദ്ധി കിട്ടേണ്ടത്? അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം. അതുപോലെ തന്നെ ക്ഷമിക്കാനുള്ളവരോടൊക്കെ ഒന്ന് ക്ഷമിച്ച് ഒന്ന് സ്വർഗസ്ഥനായ പിതാവ് നീട്ടി സാവധാനം ഒന്ന് ചെല്ലി. പ്രൈസ് ദി ലോർഡ്.